ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റിലേക്ക് പോകാം. ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോമോയാണ് വന്നിരിക്കുന്നത്. പറക്കും തളിക എന്നാണ് ടാസ്കിന്റെ പേര്. സീസൺ 4-ലും പിന്നെ 6-ലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. തെറ്റാണെങ്കിൽ തിരുത്തുക. മുകളിൽ നിന്നും കോയിനും പിന്നെ അതേപോലെ ബോളും ഒക്കെ എറിഞ്ഞു കൊടുക്കും. അത് ശേഖരിക്കണം. അതാണ് ടാസ്ക്. ഫിസിക്കൽ ടാസ്ക് തന്നെയാണ്. ഫിസിക്കലായിട്ട് തന്നെ കളിക്കേണ്ട ടാസ്ക് ആണ്. അതുകൊണ്ട് ഇഞ്ചറി, കാഷ്വാലിറ്റി പരിപാടികളൊക്കെ കാണുന്ന ആളെ. അതേപോലെ തന്നെ ഞാൻ പ്രോമോയിൽ ശ്രദ്ധിച്ചൊരു കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് വ്യക്തിഗത മത്സരമാണ്, അല്ലാതെ ഗ്രൂപ്പ് ഗെയിം അല്ല. ഇത് വ്യക്തിഗത മത്സരമാണേലും ഈ സീസണിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഗ്രൂപ്പ് ഗെയിമായി മാറും. കാരണം ആദിലെ ഓഫ്കോഴ്സ് നൂറെ ഫേവർ ചെയ്യും, പിന്നെ അനുമോൾ അവരെ ഫേവർ ചെയ്യും, പിന്നെ ആര്യൻ, അക്ബർ, നെവിൻ ഇവരൊരു കൂട്ടമാണ്, അവരൊരു സംഘമാണ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്ത് കളിക്കും. പിന്നെ ഉള്ളത് ആരാണ്? പിന്നെ സാബുമാനും ലക്ഷ്മിയും ഒരു സെറ്റാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്തേ കളിക്കത്തുള്ളൂ. പിന്നെ വേറെ ആരാ ബാക്കിയുള്ളത്? ഷാനവാസും പിന്നെ അനീഷും ബാക്കിയുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കളിച്ച് കാണുമായിരിക്കും. അതായിരിക്കും ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എല്ലാവരെയും പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് വ്യക്തിഗത മത്സരമാണ്, നിങ്ങൾ വ്യക്തിഗതമായി പോയിന്റ് നേടേണ്ട മത്സരമാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും നല്ല ആവേശത്തോടെ നിന്ന് ഒരു വെയിലത്ത് നിന്ന് ടാസ്ക് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പ്രോമോയ്ക്കകത്ത് കാണിക്കുന്നത്. വലിയ ഭയങ്കരമായ ഫിസിക്കൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അടിയിടി, മൽപ്പിടുത്തം, വെട്ട്, തൊഴി, വഴക്ക് തുടങ്ങിയ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കാണുന്നില്ല. അത് കണ്ടു തന്നെ അറിയാം. നമ്മൾ ലൈവില് കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.